ബൈബിളിലെ ചില പുതിയ കള്ളക്കണക്കുകളാണ് ഇവിടെ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. 1986 പ്രസിദ്ധീകരിച്ച KCBC ബൈബിൾ എൻ്റെ കൈവശം ഉണ്ട്. ഏതാണ്ട് 30-ലധികം വർഷമായി ഇത് ഞാൻ കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നു, റിഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു. 2026 ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന രീതിയിലുള്ള കണക്കുകളെ കാണുന്നത്. ആദം മുതൽ യേശു വരെയുള്ളവരുടെ ആയുസ്സും അവർ അടുത്ത തലമുറയ്ക്ക് കാരണമായ ആൾ ജനിച്ച വർഷവും കണക്കാക്കി ഞാൻ ഭൂമി ഉണ്ടായിട്ട് 5873 വർഷമായി എന്ന് 73 വർഷമായി എന്ന് ഞാൻ ബൈബിളിലെ ഉദ്ധരിച്ചുകൊണ്ട്, കണക്കുകൾ കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഇന്ന് വരെ ഫേസ്ബുക്കിലും പാസ്റ്റർമാർക്കൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആരും അതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അടുത്ത ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു കണക്ക് കണ്ടു. ആദമിൻ്റെ പതനം, അതായത് വീഴ്ച, BC 5706 എന്ന് ഒരു പുതിയ കണക്ക്. അപ്പോൾ എന്താണ് ആദമിൻ്റെ വീഴ്ച? ആദമിൻ്റെ വീഴ്ച എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് കൃത്യമായിട്ട് പറയാം. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന വീഴ്ചയെന്ന്? ഇവർ ഉദ്ദേശിക്കുന്ന വീഴ്ച, അതായത് വിലക്കപ്പെട്ട കനി കഴിച്ചിട്ട്, പഴം കഴിച്ചിട്ട് പതിച്ചുപോയ, സാത്താൻ്റെ നിർദ്ദേശപ്രകാരം ആ പഴം കഴിച്ചത് കൊണ്ട് പതിച്ചു പോയതിനാണ് ഇവർ വീഴ്ച എന്ന് പറയുന്നത്. ഇവർ ആദമിൻ്റെ വയസ്സ് അന്നു മുതലാണ് കണക്കാക്കുന്നത്. അതായത് 5706 അധികം 2026, ഇത്രയും വർഷം ആയി ആദം വീണിട്ട്. ഏതാ വിലക്കപ്പെട്ട കനി കഴിച്ച്. അപ്പം വിലക്കപ്പെട്ട കനി കഴിക്കുന്നതിന് മുമ്പ് ആദം എത്ര നാൾ ജീവിച്ചിരുന്നു? അത് നിങ്ങൾക്ക് 10,000 ആക്കാം, കോടിയാക്കാം, 5 കോടിയാക്കാം, 10 കോടിയാക്കാം. ഇനി ശാസ്ത്രം പറയുന്ന കണക്ക് അനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോകമുണ്ടായിട്ട് ഇത്രയും വർഷമായി എന്ന് വേണമെങ്കിൽ സ്ഥാപിക്കാം. ഇങ്ങനെ ഒരു പുതിയ കണക്കാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നെറ്റിൽ തപ്പിയപ്പോൾ ഒരു ബൈബിളിൽ അവർ പുതിയ ഒരു സിദ്ധാന്തം, അതായത് BC 3958 വർഷം മുമ്പാണ്, BC ബിഫോർ ക്രൈസ്റ്റിന് മുമ്പാണ് ആദം വീണത്, താഴെ വീണത്, അല്ലെങ്കിൽ പഴം കഴിച്ച് പതിച്ചത് എന്നാണ്. അപ്പോൾ അതിനു മുമ്പ്. അപ്പോൾ ഇങ്ങനെ 2 കണക്കുകൾ, ഇങ്ങനെ കള്ളക്കണക്കുകളുടെ ഒരു കൂമ്പാരമാണ് ബൈബിൾ എന്ന് പറയുന്നത്. കള്ളക്കണക്കനുസരിച്ച് ആദം പതിച്ച ദിവസം തൊട്ടാണ് പ്രായം കണക്കാക്കുന്നത്. പതിക്കുന്നതിന് മുമ്പേ ഉള്ള ആദമിൻ്റെ വയസ്സ് ലക്ഷങ്ങളെന്നോ കോടികളെന്നോ കോടാനുകോടികളെന്നോ ചിത്രീകരിക്കാം. എന്തൊരു കാഞ്ഞ ബുദ്ധി! പിന്നോട്ട് എത്ര വേണമെങ്കിലും കണക്കാക്കാം. യഹോവ ഭൂമി സൃഷ്ടിച്ച്, ആദമിനെ സൃഷ്ടിച്ച് 135 വയസ്സായപ്പോഴാണ് അടുത്ത തലമുറയ്ക്കുള്ള സേത്ത് ജനിക്കുന്നത്. അതിന് മുമ്പുള്ള ഒരു സംഭവമുണ്ട്, കായേനും ആബേലും. കായേന് ആബേലിനെ എറിഞ്ഞു വന്നു. കായൻ പിന്നെ നോദ് ദേശത്ത് പോയി കല്യാണം കഴിച്ചു. എന്തൊരു അബദ്ധമാണ്! എങ്ങനെയാ പിന്നെ നോദ് ദേശത്ത് എവിടുന്ന പെണ്ണുണ്ടായത്, മനുഷ്യനുണ്ടായത്? നോദ്, അപ്പം നേരത്തെ ദേശം ഉണ്ടായിരുന്നു, അവിടെ മനുഷ്യനുണ്ടായിരുന്നു. അപ്പം മുഴുവൻ അബദ്ധങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത്. ആ ബൈബിളിലെ കണക്കനുസരിച്ചാണ് ഞാൻ 5872 വർഷം മുമ്പാണ് യഹോവ ആദമിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നത്. ആദം, ഇനി യഹോവ എന്ന് പറയുന്ന ആളിൻ്റെ രൂപം എന്താണ്? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതാണ്. അപ്പം മറ്റൊരു മനുഷ്യനാണ് യഹോവ എന്ന് വരുന്നു. ഇങ്ങനെ കാലാകാലങ്ങൾ ഇങ്ങനെ അബദ്ധങ്ങളാണെന്ന് ബൈബിൾ മനുഷ്യൻ പഠിക്കും തോറും അബദ്ധങ്ങളാണെന്ന് കാണുമ്പോൾ ഇവർ പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്യുന്നത്. റിവൈസ് ചെയ്ത് ശരിയാകാത്ത എത്ര റിവൈസ് ചെയ്താലും ശരിയാകാത്ത ഒരു പുസ്തകമാണ് ബൈബിൾ. ആദമിൻ്റെ ആദ്യ സന്തതികൾ കായേനും ആബേലുമായിരുന്നു.
കായൻ ആബേലിനെ എറിഞ്ഞു വന്നു. പിന്നെ കായൻ നോദ് ദേശത്ത് പോയി കല്യാണം കഴിച്ചു. എവിടുന്ന് പെണ്ണുണ്ടായി എന്ന് ബൈബിൾ പറയുന്നില്ല. ആകെ കൂടി നോക്കിയാൽ ചതി, വഞ്ചന, കള്ളത്തരങ്ങൾ, കൊല, കൊള്ള, ബലാത്സംഗങ്ങൾ ഇവകളുടെ കൂടാരമാണ് ബൈബിൾ.